മലപ്പുറത്ത് നിപ്പ ബാധിച്ച് ചികിത്സയിലായിരുന്ന 14-കാരൻ മരിച്ചു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെയായിരുന്നു അന്ത്യം. ഇന്നലെയാണ് കുട്ടിക്ക് നിപ്പ സ്ഥിരീകരിച്ചത്. 10 ദിവസം മുൻപാണ് കുട്ടിക്ക് പനി ബാധിച്ചത്. വിവരങ്ങളുമായി സോണൽ കൃഷ്ണ ചേരുന്നു. സോണൽ, വിശദാംശങ്ങൾ. രോഹിണി, പ്രധാനമായി സങ്കടകരമായിട്ടുള്ളൊരു വാർത്തയാണ് വന്നിരിക്കുന്നത്. 14-കാരൻ 9ാം ക്ലാസ്സുകാരൻ മരണപ്പെട്ടിരിക്കുന്നു എന്നുള്ള വാർത്ത. ഏകദേശം 11:30യോട് കൂടിയിട്ടാണ് കുട്ടിയുടെ മരണം സ്ഥിരീകരിക്കുന്നത് എന്നുള്ളതാണ് ഔദ്യോഗികമായി ആരോഗ്യമന്ത്രി തന്നെ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ആ കുട്ടിക്ക് വേണ്ട മരുന്ന് എത്തിച്ച നിമിഷമാണ് ഈ ഒരു മരണം സംഭവിക്കുന്നത് എന്നുള്ളൊരു സങ്കടകരമായ വാർത്തയും മന്ത്രി പങ്കുവയ്ക്കുന്നു. എന്തായാലും പ്രോട്ടോകോൾ നടപടികൾ പ്രകാരമായിരിക്കും ഇനി തുടർച്ചയായിട്ടുള്ള തുടർ നടപടികൾ, അതായത് സംസ്കാരം ഉൾപ്പെടെയുള്ള നടപടികൾ ഉണ്ടാവുക എന്നുള്ളത് തന്നെയാണ് ആരോഗ്യമന്ത്രി പറഞ്ഞിട്ടുള്ളത്. അതിനുവേണ്ട നിർദ്ദേശങ്ങൾ അത് കളക്ടർ ഉൾപ്പെടെയുള്ളവർ ബന്ധുക്കളുമായി സംസാരിക്കും. എന്നതിന് ശേഷമായിരിക്കും ഈ കാര്യവുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ എന്തൊക്കെയാണെന്ന് ബന്ധുക്കളും നമ്മുടെ ജില്ലാ ഭരണകൂടവും തീരുമാനിക്കുക. എന്തായാലും കുട്ടിയുടെ സംസ്കാര ചടങ്ങുകളിലേക്കൊക്കെ കടക്കാൻ ഇനി സമയമുണ്ട്. ഇവരുടെ അതായത് നിലവിലെ ഒരു സ്ഥിതിഗതികൾ വിലയിരുത്തിയതിന് ശേഷമായിരിക്കും ഈ കാര്യത്തിലൊരു സ്ഥിരീകരണം വരിക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതേസമയം ഇതിനോടൊപ്പം കൂട്ടിച്ചേർക്കേണ്ടത് ഈ കുട്ടിയുടെ വീടുണ്ടായിരുന്ന ഈ പാണ്ടിക്കാട് പഞ്ചായത്തും അതുപോലെ തന്നെ സ്കൂൾ ഉണ്ടായിരുന്ന ആനക്കയം പഞ്ചായത്തിലും കൃത്യമായിട്ടുള്ള ജാഗ്രതാ നിർദ്ദേശവും അതുപോലെ തന്നെ കർശന നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. കാരണം മാസ്ക് നിർബന്ധമാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രധാനമായി പറയേണ്ടത് അനാവശ്യമായിട്ടുള്ള ആശുപത്രി സന്ദർശനം അത് തികച്ചും ഒഴിവാക്കാനുള്ള സാഹചര്യമുണ്ട് എന്ന് തന്നെയാണ്. അത് ജില്ലയിലാകെ പാലിക്കപ്പെടണം എന്നുള്ള കാര്യം കൂടി ആരോഗ്യവകുപ്പ് നിർദ്ദേശിച്ചിട്ടുണ്ട്. അതുപോലെ ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ടത് ഈ പ്രദേശങ്ങളിൽ ആരും തന്നെ പോകാൻ പാടില്ല, അല്ലെങ്കിൽ പുറത്തിറങ്ങാൻ പാടില്ല. ആവശ്യത്തിന് മാത്രം കടകളിലേക്കും മറ്റും പോകണം. കൃത്യമായി തന്നെ ഒരു ജാഗ്രത പാലിക്കണം ജനങ്ങൾ എന്നുള്ളത് തന്നെയാണ് ഇതിൽ പറയാനുള്ളത്. രാവിലെ 10 മണി മുതൽ 5 മണി വരെയാണ് കടകളും മറ്റും തുറന്ന് പ്രവർത്തിക്കാനുള്ള സമയം നൽകിയിരിക്കുന്നത്. മദ്രസ, സ്കൂളുകൾ തുടങ്ങിയിട്ടുള്ള ട്യൂഷൻ സെന്ററുകൾ ഉൾപ്പെടെയുള്ളവയ്ക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. നാളെയും മറ്റന്നാളും നിലവിൽ നാളെ സ്കൂളുകൾക്കെല്ലാം തന്നെ അവധി പ്രഖ്യാപിച്ചതായി കളക്ടർ പറഞ്ഞിട്ടുണ്ട്. എന്നിൽ പോലും കൃത്യമായിട്ടൊരു ജാഗ്രത പുലർത്തേണ്ട സാഹചര്യം തന്നെയാണ് ഇത് എന്നുള്ളത് തന്നെയാണ്. കാരണം ഇതിൽ പറയേണ്ടത് ഈ പ്രദേശത്ത് മാത്രം 246 പേർ നിരീക്ഷണത്തിലുണ്ട്. അതിൽ 63 പേർ കൃത്യത്തിൽ ഹൈ റിസ്ക് കാറ്റഗറിയിൽപ്പെട്ടവരാണ് എന്നുള്ളതാണ്. ഇതിൽ രോഗലക്ഷണം കാണിച്ച 2 പേരുടെ സാമ്പിൾ ഇതിനോടകം തന്നെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. അതിന്റെ ഫലം ഏകദേശം വൈകിട്ടോടെ എത്തും എന്നുള്ളതാണ് മന്ത്രി വ്യക്തമാക്കിയിട്ടുള്ള ഒരു കാര്യം. അതോടൊപ്പം തന്നെ രോഗലക്ഷണങ്ങളല്ല, പക്ഷെ ഒരു സംശയം തോന്നുന്ന ഒരു വ്യക്തിയുടെ ഫലം സിറം കൂടി പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട്. ആ വ്യക്തി ഈ നിപ്പയാണെന്ന് ഒരു തരത്തിലും സംശയിക്കുന്നില്ല. പക്ഷെ അത് അല്ല എന്ന് സ്ഥിരീകരിക്കാൻ വേണ്ടിയാണ് ആ വ്യക്തിയുടെ കൂടി സിറം പരിശോധനയ്ക്കായി അയച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ആരോഗ്യമന്ത്രി പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ഈ 63 പേർ ഹൈറിസ്ക് കാറ്റഗറിയിൽ പെടുന്നവരാണെങ്കിൽ പോലും ഭയപ്പെടേണ്ടതില്ല. നമ്മൾ കൃത്യമായി ഇതിനെ അതിജീവിക്കും എന്ന് തന്നെയാണ് ആരോഗ്യമന്ത്രി പറയുന്നത്. ഈ 63 പേരിൽ രോഗലക്ഷണങ്ങളുള്ള 2 പേരുടെ ഫലം ഇന്ന് വൈകിട്ടോടെ വരും. കൃത്യമായിട്ട് അതിലൊരു സ്ഥിരീകരണം വരും. അതിനുശേഷമായിരിക്കും തുടർ നടപടികൾ എന്തായാലും ഉണ്ടാവുക. എന്തായാലും ഈ 2 പഞ്ചായത്തുകളിൽ കൃത്യമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അത് അനുസരിച്ചാണ് മുന്നോട്ട് പോകണം. അല്ലെങ്കിൽ ഈ നിയന്ത്രണങ്ങളോട് പൂർണ്ണമായും ജനങ്ങൾ സഹകരിക്കണം എന്ന് തന്നെയാണ് ആരോഗ്യവകുപ്പ് ആവശ്യപ്പെടുന്നത്. രോഹിണി, സോണൽ, അതോടൊപ്പം ഇപ്പോൾ പ്രതിരോധ മാർഗങ്ങളൊക്കെ ശക്തിപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ പോലും നിരവധി പേർ ഹൈറിസ്ക് പട്ടികയിലുണ്ട് എന്നുള്ളത് ആശങ്കയേറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. അതുമാത്രമല്ല, ഇപ്പോഴും ഉറവിടം കണ്ടെത്തിയിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു ആശങ്കയ്ക്കിടയാക്കുന്ന വസ്തുതയും. രോഹിണി, ഈ ഉറവിടവുമായി ബന്ധപ്പെട്ട 1-2 സൂചനകൾ അത് ആരോഗ്യവകുപ്പിന് ലഭിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം മന്ത്രി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിലൊരു സ്ഥിരീകരണം വന്നതിന് ശേഷം മാത്രമേ അത് ജനങ്ങളോട് പറയാൻ അല്ലെങ്കിൽ മാധ്യമങ്ങളോട് പറയാൻ കഴിയൂ എന്നുള്ളതാണ് മന്ത്രി വ്യക്തമാക്കിയത്. 1-2 സൂചനകൾ ഇതുമായി ബന്ധപ്പെട്ട് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ആരോഗ്യവകുപ്പ് ഇതുമായി ബന്ധപ്പെട്ട് തൊട്ടു മുൻപ് മാധ്യമങ്ങളെ കണ്ട സമയത്ത് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ഈ ഉറവിടം എന്നുള്ളത് തന്നെയാണ് അടുത്ത ഒരു ഘട്ടം. അത് ഇന്നലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പുരോഗമിക്കുന്നുണ്ട് എന്ന് ആരോഗ്യ വകുപ്പ് മന്ത്രി തന്നെ വ്യക്തമാക്കിയതാണ്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇത്തരം സൂചനകൾ ലഭിച്ചിട്ടുണ്ട്. അതായത് ഈ കുട്ടിയുടെ സുഹൃത്തുക്കളുടെ പക്കൽ നിന്നും അതുപോലെ തന്നെ മാതാപിതാക്കളുടെ പക്കൽ നിന്നും ശേഖരിച്ച വിവരങ്ങളിൽ നിന്നാണ് സൂചനകൾ ലഭിച്ചത് എന്നാണ് ആരോഗ്യ വകുപ്പ് മന്ത്രി തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും അതിലൊരു സ്ഥിരീകരണം വരണമെങ്കിൽ കൂടുതൽ പരിശോധനകൾ നടത്തേണ്ടതുണ്ട്. അതിന് വേണ്ട പരിശോധനകൾ വനം വന്യജീവി വകുപ്പ് ഉൾപ്പെടെ അവിടെ എത്തി ആ പരിസര പ്രദേശത്തെ മൃഗങ്ങളുടെ സാമ്പിൾ ഉൾപ്പെടെ കളക്ട് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം കൂടി മന്ത്രി സൂചിപ്പിക്കുന്ന ഘട്ടമുണ്ടായിട്ടുണ്ട്. എന്തായാലും ഈ ഉറവിടം കണ്ടെത്താൻ
ഘട്ടത്തിൽ ആണ് അടുത്തൊരു ഘട്ടം. അത് കൃത്യമായിട്ട് അതിന് വേണ്ട നടപടികൾ പുരോഗമിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. അതുകൂടാതെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് മറ്റ് മൊബൈൽ ലാബുകൾ ഉൾപ്പെടെ ഈ പരിശോധനയ്ക്കായിട്ടുള്ള മൊബൈൽ ലാബുകൾ ഉൾപ്പെടെ കേരളത്തിലേക്ക് എത്തിക്കുന്നുണ്ട്. കൃത്യമായിട്ട് ഈ 63 നിലവിൽ ഹൈ റിസ്ക് കാറ്റഗറിയിലുള്ള 63 പേരുടെ സിറവും ഇത്തരത്തിൽ പല ഘട്ടങ്ങളായിട്ട് പരിശോധിക്കും എന്നുള്ളത് തന്നെയാണ് മന്ത്രി പറഞ്ഞത്. പക്ഷെ അതിൽ ആശങ്കപ്പെടേണ്ടതില്ല. അത് ഈ രോഗമില്ല എന്ന് സ്ഥിരീകരിക്കാൻ വേണ്ടി തന്നെയാണ് എന്നുള്ളൊരു കാര്യം മന്ത്രി വ്യക്തമാക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. എന്തായാലും ഇനി പ്രതീക്ഷയോടെ അല്ലെങ്കിൽ ആശങ്കയല്ല, അതിനെ അതിജീവിക്കുമെന്ന പ്രതീക്ഷയാണ് നമുക്ക് വേണ്ടത് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഈ കുട്ടിയുടെ മരണം സംഭവിച്ചെങ്കിലും മറ്റാളുകളിലേക്ക് ഇത് പടരാൻ സാധ്യത ഒരു പരിധിവരെ കുറവാണ് എന്നുള്ള കാര്യം കൂടി മന്ത്രി സൂചിപ്പിക്കുന്ന ഒരു കാര്യം ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. കൃത്യമായ സംവിധാനങ്ങളോട് കൂടി നമ്മൾ അതിനെ പ്രതിരോധിക്കണം എന്നുള്ളത് തന്നെയാണ് ആരോഗ്യ വകുപ്പും ആവർത്തിച്ച് പറയുന്നത്. കാരണം ഇതിനു മുമ്പ് പേരാമ്പ്രയിൽ വന്ന സമയത്ത് നമ്മൾ ഒറ്റ അക്കത്തിൽ ഇതിനെ പിടിച്ചു കെട്ടാൻ വേണ്ടി നമുക്ക് കഴിഞ്ഞിരുന്നു. അതേ സംവിധാനങ്ങൾ കൂടി അന്നൊക്കെ ഉണ്ടായിരുന്ന പോരായ്മകളെല്ലാം തന്നെ മാറ്റി നിർത്തിക്കൊണ്ട് കൃത്യമായ സംവിധാനങ്ങളോട് കൂടി തന്നെയാണ് നമ്മൾ ഇപ്രാവശ്യം ഇതിനെ പ്രതിരോധിക്കുന്നത് എന്നാണ് മന്ത്രി ആവർത്തിച്ച് പറയുന്ന സാഹചര്യം ഉണ്ടായത്. അത് തന്നെയാണ് ഈ സംശയം വന്ന ഘട്ടം മുതൽ തന്നെ ഇതിനെ പ്രതിരോധിക്കാനുള്ള നടപടികൾ ആരംഭിച്ചിരുന്നു. മഞ്ചേരി മെഡിക്കൽ കോളേജ് കേന്ദ്രീകരിച്ചായിരുന്നു ആദ്യഘട്ടത്തിൽ ചികിത്സാ നടപടികളെല്ലാം തന്നെ നടന്നിരുന്നത്. അവിടെ 30 മുറികൾ സജ്ജീകരിച്ചുകൊണ്ട് ഇത്തരത്തിൽ സംശയപ്പെടുന്നവരെ അവിടെ കൃത്യമായി എത്തിച്ച് ചികിത്സ നൽകുന്ന സാഹചര്യം ഉണ്ടായി. അതുകൂടാതെ 6 ബെഡുകൾ അടങ്ങുന്ന ഒരു ICU പ്രത്യേക സജ്ജീകരിക്കുന്ന സാഹചര്യം ഉണ്ടായത്. കൂടാതെ ഇന്ന് നടത്തുന്നത് വീടുകൾ കയറിയുള്ള സർവേ ആണ്. അതിന് പ്രത്യേക ടീമിനെ ഏർപ്പാടാക്കുന്നത്. പക്ഷേ ഇന്ന് എല്ലാ വീട്ടിലും എത്താൻ വേണ്ടി കഴിയില്ല. പക്ഷെ വിവിധ ടീമുകളായിട്ട് ആ പ്രദേശത്തെ 2 പഞ്ചായത്തുകളിലെ ഏകദേശം കവർ ചെയ്യുന്ന രീതിയിലാണ് ഈ സർവേ നടക്കുന്നത് എന്നുള്ള കാര്യം കൂടി ആരോഗ്യ വകുപ്പ് മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും ജനങ്ങൾ ജാഗ്രത പുലർത്തണം. ആരോഗ്യ വകുപ്പിന്റെ നിർദ്ദേശങ്ങളുമായി പൂർണ്ണമായി സഹകരിക്കണമെങ്കിൽ മാത്രമേ നമുക്ക് പൂർണ്ണമായി ഇതിനെ പ്രതിരോധിക്കാൻ കഴിയൂ എന്നുള്ളത് തന്നെയാണ് ആരോഗ്യ വകുപ്പും ആവർത്തിച്ച് പറയുന്ന ഒരു സാഹചര്യമുള്ളത്. രോഹിണി, സോണൽ പ്രതിരോധ പ്രവർത്തനങ്ങളൊക്കെ ഊർജിതമാക്കി ജാഗ്രതാ നിർദ്ദേശമൊക്കെ നൽകിയിട്ടുണ്ടെങ്കിൽ പോലും നമുക്കറിയാം 2018 തുടങ്ങി ഇതുവരെയുള്ള കാലയളവിൽ കേരളത്തിൽ 5 തവണയാണ് നിപ്പ രോഗം സ്ഥിരീകരിക്കുന്നത്. ഇതുവരെയുള്ള കാലയളവിൽ 21 പേർക്ക് ജീവൻ നഷ്ടമാകുകയും ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ടാണ് വളരെ പെട്ടെന്ന് തന്നെ ഇത് മുൻകൂട്ടി മനസ്സിലാക്കാനുള്ള ഒരു സാഹചര്യം ഇപ്പോഴും അതിൻ്റെ ഒരു അലംഭാവം നിലനിൽക്കുന്നത്? കാരണം കുട്ടി 10 ദിവസമായി പനി ബാധിച്ച് രോഗബാധിതനായി കിടക്കുകയായിരുന്നു. അവസാന നിമിഷങ്ങളിലാണ് സംശയം തോന്നി സ്രവം പരിശോധനയ്ക്ക് അയക്കുന്നത്. ഇന്നലെയാണ് നിപ്പ സ്ഥിരീകരിക്കുന്നത്. ഒരു പക്ഷേ അല്പം കൂടി നേരത്തെ ഇത്തരം കാര്യങ്ങൾ കൂടുതൽ അവലോകന യോഗങ്ങളിലൂടെയും പഠന റിപ്പോർട്ടുകളിലൂടെയും ഒക്കെ പ്രാവർത്തികമാക്കേണ്ട സമയം അതിക്രമിച്ചില്ലേ കേരളത്തിൽ? ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ആരോഗ്യ മന്ത്രിയോട് തന്നെ ചോദിച്ചിരുന്നു. അപ്പോൾ മന്ത്രി വ്യക്തമാക്കിയത് 2023 വലിയ രീതിയിലൊരു ഔട്ട്ബ്രേക്ക് കേരളത്തിൽ സംഭവിക്കുന്നത്. അത് വലിയ ആശങ്കയുണ്ടാക്കി. പക്ഷേ അതിനെയും നമ്മൾ പ്രതിരോധിച്ചു എന്നുള്ളതാണ്. ഇതുമായി ബന്ധപ്പെട്ട് മെയ് മുതൽ ആഗസ്റ്റ് വരെയുള്ള മാസങ്ങളിൽ കൃത്യമായിട്ടുള്ള ഒരു ക്യാമ്പയിൻ നിപ്പയ്ക്കെതിരെ നടത്തുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ട് എന്നുള്ളതാണ് ആരോഗ്യ വകുപ്പ് മന്ത്രി തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത്. കാരണം ഇതാണ് ഈ നിപ്പ അല്ലെങ്കിൽ ഇതിനുള്ള സാധ്യതപ്പെടുന്ന മാസങ്ങൾ എന്നുള്ള കാര്യം കൂടി മന്ത്രി പറയുന്ന സാഹചര്യമുണ്ടായി. പക്ഷേ ഇതിനെ പ്രതിരോധിക്കാൻ വർഷങ്ങളായിട്ട് നമ്മൾ കൃത്യമായി കോഴിക്കോട് കേന്ദ്രീകരിച്ച് സംവിധാനങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. അതിലെ പല പരീക്ഷണങ്ങളും നടത്തി വരികയാണ് എന്നുള്ള കാര്യം കൂടി ആരോഗ്യമന്ത്രി പറയുന്ന സാഹചര്യമുണ്ട്. എങ്കിൽ പോലും വിമർശനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഉയരുന്ന സാഹചര്യമുണ്ട്. എന്തുകൊണ്ട് 10 ദിവസം ഈ കുട്ടി ചികിത്സയിലുണ്ട്? നമുക്കറിയാം 10-ാം തീയതിയാണ്, ഈ മാസം 10-ാം തീയതിയാണ് കുട്ടിക്ക് രോഗലക്ഷണങ്ങൾ കാണിക്കുന്ന ഒരു സാഹചര്യം, പനി തുടങ്ങുന്ന സാഹചര്യമുണ്ട്. പക്ഷെ ഉടൻ തന്നെ ആശുപത്രിയിൽ കാണിച്ചു. പക്ഷെ വീണ്ടും വീട്ടിലേക്ക് തിരിച്ചു പോകുന്നു. പിന്നീടും പനി വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ വീണ്ടും അതേ ക്ലിനിക്കിലെത്തി ഡോക്ടറെ കാണിക്കുന്ന സാഹചര്യമുണ്ടായി. പിന്നീട് അതേ ആശുപത്രിയിൽ 2 ദിവസത്തിന് ശേഷം അഡ്മിറ്റ് ആകുന്ന അല്ലെങ്കിൽ നിരീക്ഷണത്തിലിരിക്കുന്ന സാഹചര്യമുണ്ടായി. ഇതിൽ പനി വർദ്ധിച്ചതോടെയാണ് മലപ്പുറത്തെ തന്നെ ഒരു സ്വകാര്യ ആശുപത്രിയിലേക്ക് കുട്ടിയെ കൊണ്ടുവരുന്നത്. പിന്നീട് അവിടെ നിന്ന് പനി കൂടിയതിനെ തുടർന്ന് കോഴിക്കോട്ടെ ഒരു സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അവിടെ നിന്നാണ് പിന്നീട് ഇന്നലെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് കുട്ടിയെ മാറ്റുന്നത്. പക്ഷേ ഈ സ്വകാര്യ ആശുപത്രിയിൽ ഉണ്ടായിരുന്ന സമയത്താണ് കുട്ടിക്ക് ഈ ലക്ഷണങ്ങൾ കണ്ട് സംശയം തോന്നുന്നതും ഈ കുട്ടിയുടെ സ്രവം പരിശോധനയ്ക്കായി അയക്കുന്നത്. പക്ഷേ ഇന്നലെ വൈകിട്ടോടെ ഇതിന്റെ റിസൾട്ട് പോസിറ്റീവ് ആണെന്ന് ആരോഗ്യ വകുപ്പ് മന്ത്രി തന്നെ ഔദ്യോഗികമായി അറിയിക്കുന്നതിന് ശേഷമാണ് ഈ നിർദ്ദേശങ്ങളും മറ്റ് നിയന്ത്രണങ്ങളെല്ലാം തന്നെ കടുപ്പിക്കുന്ന സാഹചര്യം മലപ്പുറം ജില്ലയെ സംബന്ധിച്ചുണ്ടായത്. നമുക്കറിയാം ആദ്യഘട്ടത്തിൽ നിപ്പ വന്ന സാഹചര്യത്തിലെല്ലാം തന്നെ വലിയൊരു തരത്തിൽ നമ്മൾ നിയന്ത്രണം കൊണ്ടുവരുന്ന സാഹചര്യമുണ്ട്. പക്ഷേ അത് ക്രമേണ കുറഞ്ഞു വരുന്ന ഒരു ഘട്ടത്തിലേക്കാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. അതായത് ഈ പ്രത്യേക പ്രദേശങ്ങൾ മാത്രം നിയന്ത്രിക്കുന്ന ഒരു സാഹചര്യം, അവിടെ കൃത്യമായി
സംവിധാനങ്ങളോടുകൂടി അതിനെ പിടിച്ചുകെട്ടാൻ വേണ്ട നടപടികൾ സ്വീകരിക്കുന്ന ഒരു സാഹചര്യം അത് തന്നെയാണ് ഇപ്പോൾ. അതായത് പേരാമ്പ്രയ്ക്ക് ശേഷം മലപ്പുറത്തും ഇത്തരമൊരു കേസ് ഉണ്ടായ സമയത്ത് കൃത്യമായി ആരോഗ്യവകുപ്പ് മുന്നിട്ടിറങ്ങുന്നത് അല്ലെങ്കിൽ കൊണ്ടുവരുന്നത് എന്ന് നമുക്ക് നോക്കിക്കാണേണ്ടി വരും. അതിന്റെ ഭാഗമായിട്ട് ഈ സംശയം തുടങ്ങിയ സമയത്ത് തന്നെ കൃത്യമായിട്ട് മഞ്ചേരി മെഡിക്കൽ കോളേജ് കേന്ദ്രീകരിച്ചാണ് ചികിത്സാ സംവിധാനങ്ങളെല്ലാം തന്നെ ഒരുക്കുന്നത്. അതിന് പിന്നാലെ സ്ഥലത്ത് അതായത് ഈ പാണ്ടിക്കാട് പഞ്ചായത്തിൽ DMOയുടെ നേതൃത്വത്തിൽ കൃത്യമായി ജനപ്രതിനിധികളെയും മറ്റ് ചുമതലപ്പെട്ട അധികൃതരെയും കൂട്ടിയിരുത്തി കൃത്യമായിട്ട് യോഗം ചേരുന്നു, വേണ്ട നിർദ്ദേശങ്ങൾ നൽകുന്നു. എന്തായാലും ഈ സ്ഥിരീകരണത്തിന് മുമ്പേ തന്നെ ആ പ്രദേശത്ത് കൃത്യമായ ഒരു നിയന്ത്രണം കൊണ്ടുവരാൻ വേണ്ടി ആരോഗ്യവകുപ്പും അധികൃതരും ശ്രമിച്ചിരുന്നു എന്നുള്ളത് തന്നെ നമുക്ക് നോക്കിക്കാണേണ്ടി വരും. അതിനുശേഷം ഈ സ്ഥിരീകരണം കേസ് പോസിറ്റീവ് ആയതോടെയാണ് വേണ്ട നിയന്ത്രണങ്ങൾ കടുപ്പിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തിയത് എന്നുള്ളതാണ് നമുക്ക് നോക്കിക്കാണേണ്ടത്. അതേ തുടർന്നാണ് ഈ രണ്ട് പഞ്ചായത്തുകൾ, അതായത് ഒന്ന് പാണ്ടിക്കാട് പഞ്ചായത്തിലാണ് ഈ കുട്ടിയുടെ വീടുള്ളത്, ആനക്കയം പഞ്ചായത്തിലാണ് കുട്ടി പഠിക്കുന്ന സ്കൂളുള്ളത്. അതുകൊണ്ട് തന്നെ ഈ സമയത്ത് കുട്ടി സ്കൂളിൽ പോയിരുന്ന അല്ലെങ്കിൽ സ്കൂളിൽ ആ കുട്ടിയുടെ ഒപ്പം ഉണ്ടായിരുന്ന കുട്ടികൾ, അതുപോലെ തന്നെ ട്യൂഷൻ ക്ലാസ്സിൽ ഉണ്ടായിരുന്ന കുട്ടികൾ, കുട്ടി സഞ്ചരിച്ചിരുന്ന ബസ്സിൽ ഉണ്ടായിരുന്ന കുട്ടികൾ എന്നിവരെയൊക്കെ തന്നെ ലൊക്കേറ്റ് ചെയ്ത് ട്രാക്ക് ചെയ്തിട്ടാണ് ഈ ഒരു സമ്പർക്ക പട്ടിക ഉണ്ടായിട്ടുള്ളത്. ഇന്നലെ വൈകിട്ടോടെയാണ് കുട്ടിയുടെ റൂട്ട് മാപ്പ് ഉൾപ്പെടെ പുറത്തു വരുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ കൃത്യമായി ആ സമയത്ത് ആശുപത്രിയിലും മറ്റും ഉണ്ടായിരുന്നവർ കൺട്രോൾ റൂമുമായി ബന്ധപ്പെടുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായത് പ്രത്യേകം ആരോഗ്യമന്ത്രി എടുത്തു പറഞ്ഞിട്ടുണ്ട്. കാരണം ഈ സമയത്തുണ്ടായിരുന്നവരെല്ലാം തന്നെ കൺട്രോൾ റൂമുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അവർക്ക് രോഗലക്ഷണങ്ങളൊന്നും കാണിച്ചിട്ടില്ല. പക്ഷെ അവർ നിരീക്ഷണത്തിലാണ് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇന്നലെ ഉള്ളതിനേക്കാൾ ഇന്ന് വരുമ്പോൾ ആ നിരീക്ഷണത്തിലുള്ളവരുടെ എണ്ണം 246 മാറുന്ന സാഹചര്യമുള്ളത്. പക്ഷേ അതിൽ ഹൈ റിസ്ക് കാറ്റഗറിയിൽ വരുന്നത്, അതായത് കുട്ടിയുമായി അടുത്ത് പെരുമാറിയിട്ടുള്ള 63 പേരാണ് ഉള്ളത്. അതിൽ 2 പേർക്കാണ് ഈ രോഗലക്ഷണങ്ങൾ നിലവിൽ കാണിച്ചിട്ടുള്ളത്. പക്ഷേ അവരുടെ ഫലം സിറം അയച്ചിട്ടുണ്ട്, പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട്. അതിന്റെ ഫലം ഇന്ന് വൈകിട്ടോടെ എത്തും. അത് എത്തിക്കഴിഞ്ഞാൽ മാത്രമാണ് ഇതുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ എന്തൊക്കെയാകും എന്ന് ആരോഗ്യമന്ത്രി തന്നെ പറയുമോ. ഇന്ന് വൈകിട്ട്, അതായത് ഇന്നും ഒരു യോഗം കൂടി ചേരുന്നുണ്ട്. അതിനുശേഷം വൈകിട്ട് മാധ്യമങ്ങളെ കണ്ട് ഇക്കാര്യത്തിലൊക്കെ ഒരു സ്ഥിരീകരണം തരും എന്നുള്ളത് തന്നെയാണ് മന്ത്രി ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളത്. രോഹിണി, സോണൽ തുടരുക. ആരോഗ്യമന്ത്രിയുടെ വാക്കുകൾ കൂടി കേട്ടതിന് ശേഷം സോണലിലേക്ക് തിരികെ എത്താം. ഏറ്റവും സങ്കടകരമായ കാര്യമാണ്, നമ്മുടെ 14 വയസ്സുള്ള കുട്ടി മരണപ്പെട്ടു. ഇന്ന് രാവിലെ 10:50 ഒരു മാസീവ് കാർഡിയാക് അറസ്റ്റാണ് ഉണ്ടായത്. ഇന്നലെ ഈ ദിവസങ്ങളിൽ വെന്റിലേറ്ററിൽ തന്നെയാണ് മെഡിക്കൽ കോളേജിലേക്ക് ഇന്നലെ ഷിഫ്റ്റ് ചെയ്തിരുന്നത്. കോൺഷ്യസ് ആയിരുന്നില്ല. ഇന്ന് രാവിലെ യൂറിൻ ഔട്ട്പുട്ട് കുറഞ്ഞു. അതുകൂടാതെ 10:50 ആയപ്പോൾ മാസീവ് കാർഡിയാക് അറസ്റ്റാണ് ഉണ്ടായത്. അപ്പോൾ റിവൈവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പരമാവധി ശ്രമങ്ങൾ നടത്തി. പക്ഷേ റിവൈവ് ചെയ്യാൻ സാധിച്ചില്ല. ഏറ്റവും സങ്കടം ഉള്ള, വിഷമമുള്ള, നിർഭാഗ്യകരമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ 11:20 മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. സോണലിലേക്ക് പോകുന്നു. സോണൽ, സംസ്കാര ചടങ്ങുകൾ അടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ച് കൂടി മന്ത്രി സൂചിപ്പിക്കുകയുണ്ടായി. പ്രോട്ടോകോൾ പാലിക്കണം എന്നുള്ളത് കൊണ്ട് തന്നെ കർശന നിയന്ത്രണങ്ങളോടുകൂടി തന്നെ ആയിരിക്കും. ഇതിനിടയിൽ കുടുംബാംഗങ്ങളുടെ താല്പര്യം കൂടി പരിഗണിക്കേണ്ടതുണ്ട്. അത് എപ്രകാരമായിരിക്കും? തീർച്ചയായിട്ടും കുടുംബാംഗങ്ങളുടെ താല്പര്യമനുസരിച്ചായിരിക്കും സംസ്കാര ചടങ്ങുകളുടെ കാര്യത്തിലൊക്കെ ഒരു തീരുമാനമാവുക എന്ന് തന്നെയാണ് മന്ത്രി പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം, ഈ കുട്ടിയുടെ അച്ഛനും ഉൾപ്പെടെയുള്ളവർ ഐസൊലേഷനിലാണ്, അവർ നിരീക്ഷണത്തിലാണ്. അതുകൊണ്ട് തന്നെ മറ്റു കാര്യങ്ങൾ കളക്ടർ ബന്ധുക്കളുമായി സംസാരിച്ചതിന് ശേഷമായിരിക്കും കുട്ടിയുടെ സംസ്കാര ചടങ്ങുകൾ ഉൾപ്പെടെ തീരുമാനിക്കുക എന്നുള്ളതാണ് മന്ത്രി പറഞ്ഞിട്ടുള്ളത്. എന്തായാലും കുട്ടിയുടെ മരണം ഏറ്റവും വേദനിപ്പിക്കുന്ന കാര്യം തന്നെയാണ് എന്നുള്ളതാണ് നമുക്ക് നോക്കിക്കാണുന്നത്. കാരണം മന്ത്രി ഉൾപ്പെടെ ആവർത്തിച്ച് പറയുന്ന ഒരു സാഹചര്യമുണ്ട്. വളരെ മിടുക്കനായിട്ടുള്ള ഒരു കുട്ടിയാണ്, ഫുട്ബോൾ പ്ലെയറാണ്. അതുകൊണ്ട് പരിസര പ്രദേശത്തുള്ളവരെല്ലാം തന്നെ വളരെ സ്നേഹിക്കുന്ന ഒരു കുട്ടിയാണ്. പക്ഷേ ഈ കുട്ടിയുടെ ഒരു വേർപാട് അത് ഏറ്റവും സങ്കടകരമായി നമുക്ക് നോക്കിക്കാണണം. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് മലയാളികൾ ആകെ ഒന്നടങ്കം പ്രാർത്ഥിക്കുന്നത് ആ കുട്ടി ഈ രോഗത്തെ അതിജീവിച്ച് തിരിച്ച് ജീവിതത്തിലേക്ക് വരണേ എന്നുള്ള കാര്യമാണ്. പക്ഷെ അതായത് പ്രാർത്ഥന എല്ലാം തന്നെ വിഫലമാക്കിക്കൊണ്ട് ആ കുട്ടിയുടെ മരണവാർത്ത എത്തിയത് അത് വളരെ വേദനിപ്പിക്കുന്ന, മലയാളികളെ ആകെ വളരെ വേദനിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. എന്തായാലും ഈ പരിസര പ്രദേശത്ത് ജാഗ്രത കടുപ്പിച്ചിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. വേണ്ട നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. ഇനി ഒരു കേസ്, അതായത് ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു കേസിലേക്ക് കടക്കാതിരിക്കാൻ വേണ്ട
വേണ്ട എല്ലാ നിർദ്ദേശങ്ങളും നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം 2023 പോലെ ഒരു ഔട്ട് ബ്രേക്ക് അതുണ്ടാവാൻ സാധ്യതയില്ല എന്ന് തന്നെ ആരോഗ്യവകുപ്പ് ആവർത്തിച്ച് പറയുന്ന സാഹചര്യമുണ്ട്. ഇനി അറിയേണ്ടത് ഈ രോഗം വന്നിട്ടുള്ള ഉറവിടം അത് കണ്ടെത്തേണ്ട കാര്യം അനിവാര്യമാണ്, അല്ലെങ്കിൽ അത് കണ്ടെത്തേണ്ടതാണ് അടുത്ത ഘട്ടം. ഇന്നലെ തന്നെ അതിന് വേണ്ട പ്രവർത്തനങ്ങളെല്ലാം തന്നെ തുടങ്ങിയിട്ടുണ്ട്. അടുത്ത ദിവസങ്ങളിൽ അതുമായി ബന്ധപ്പെട്ട ഒരു സ്ഥിരീകരണം വരും എന്ന് തന്നെയാണ് ആരോഗ്യമന്ത്രി പറഞ്ഞിട്ടുള്ളത്. കാരണം ചില സൂചനകളെല്ലാം തന്നെ ലഭിച്ചിട്ടുണ്ട്, അതിന് വേണ്ട പരിശോധനകൾ നടക്കുകയാണ്. അതിലൊരു സ്ഥിരീകരണം വന്നതിന് ശേഷം മാത്രമേ അക്കാര്യത്തിൽ ഒരു പ്രതികരണം ഉണ്ടാകൂ എന്നുള്ളത് തന്നെയാണ് ആരോഗ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുള്ളത്. സോണൽ, അതോടൊപ്പം ഏതൊക്കെ രീതിയിലുള്ള പ്രതിരോധം കടുപ്പിക്കലുകളാണ് ഇപ്പോൾ ഉള്ളത്? കാരണം ഈ കുട്ടിയുടെ വീടിന്റെ 2 കിലോമീറ്റർ ചുറ്റളവിലടക്കം വലിയ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതാത് പഞ്ചായത്തുകളിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതുമാത്രമല്ല, ഹൈറിസ്ക് പട്ടികയിലുള്ളവർ, സമ്പർക്ക പട്ടികയിലുള്ളവർ, ഇവർക്കൊക്കെ നൽകിയിരിക്കുന്ന മാർഗനിർദ്ദേശങ്ങൾ എപ്രകാരമാണ്? കാരണം നിപ്പ ഒരു മരണം സ്ഥിരീകരിച്ചതോടുകൂടി തുടർന്ന് ഇനി ഒരാളിലേക്ക് പോലും ഈ രോഗം പകരാതിരിക്കാൻ ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നുള്ളതാണ് ആരോഗ്യവകുപ്പിനെ സംബന്ധിച്ചിടത്തോളം പരമപ്രധാനമായ കാര്യം. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള നടപടികൾ ത്വരിതഗതിയിൽ ഏത് രീതിയിലാണ് പുരോഗമിക്കുന്നത്? രോഹിണി, പ്രധാനമായി ആരോഗ്യവകുപ്പ് മന്ത്രി തന്നെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, ഈ രോഗം അതിന്റെ ഒരു മൂർച്ഛിച്ച അവസ്ഥയിൽ എത്തുമ്പോഴാണ് അത് പകരാനുള്ള സാധ്യത ഉള്ളത്. ഈ കുട്ടി ഏകദേശം 10-ാം തീയതിക്ക് ശേഷം സ്കൂളുകളിൽ ഒന്നും തന്നെ പോയിട്ടില്ല. അതുകൊണ്ട് തന്നെ വലിയൊരു സ്പ്രെഡിലേക്കുള്ള സാധ്യത വളരെ കുറവാണ് എന്നുള്ളതാണ് ഈ കുട്ടിയുമായി ബന്ധപ്പെട്ട ഈ റൂട്ട് മാപ്പ് എല്ലാം തന്നെ എടുത്തതിന് ശേഷം ആരോഗ്യമന്ത്രി പറഞ്ഞിട്ടുള്ളത്. എന്തായാലും മറ്റൊരാളിലേക്ക് പകരാതിരിക്കാൻ വേണ്ട എല്ലാ നടപടികളും സ്വീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഈ ഉറവിടം ഉൾപ്പെടെയുള്ള കാര്യത്തിൽ ഒരു സ്ഥിരീകരണം വരേണ്ടതുണ്ട്. അതിനുവേണ്ട പരിശോധനകൾ തുടങ്ങിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ജനങ്ങളുടെ ഒരു പൂർണ്ണ സഹകരണം ഇതുമായി ബന്ധപ്പെട്ട് ആവശ്യമാണ്. കാരണം ഈ 2 പഞ്ചായത്ത്, ഈ കുട്ടിയുടെ വീടുള്ള പഞ്ചായത്തും അതുപോലെ തന്നെ കുട്ടി പഠിച്ചിരുന്ന സ്കൂളുള്ള പഞ്ചായത്തും, ഈ 2 പഞ്ചായത്തുകൾ, ഒന്ന് പാണ്ടിക്കാടും ഒന്ന് ആനക്കയം, ഈ 2 പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ചാണ് നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത്. കാരണം സ്കൂളിലേക്ക് കുട്ടി പോകുന്ന സമയം, അതുപോലെ തന്നെ ട്യൂഷൻ ക്ലാസ്സിലേക്കും പോകുന്ന സ്ഥിതിയുണ്ട്. തിരിച്ച് ബസ്സിലാണ് സ്കൂളിൽ വിട്ട് കുട്ടി വീട്ടിലേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചുറ്റളവിലുള്ള ആളുകളൊക്കെ നിരീക്ഷണത്തിലാണ്. ആ ആളുകളെ കൂട്ടി വായിച്ചുകൊണ്ടാണ് ഈ 246 എന്നുള്ള ഒരു സംഖ്യ ആരോഗ്യവകുപ്പ് പറഞ്ഞിട്ടുള്ളത്. ഈ കുട്ടിയുമായി അടുത്ത് പെരുമാറിയിട്ടുള്ള, അടുത്ത സമ്പർക്കമുള്ള ഹൈറിസ്ക് കാറ്റഗറിയിൽപ്പെട്ട 63 പേരുണ്ട്. പക്ഷെ അതിൽ 2 കുട്ടികൾ, ആ 2 പേരാണ് രോഗലക്ഷണങ്ങൾ കാണിച്ചിട്ടുള്ളത് എന്നുള്ള ഒരു കാര്യം പറയുന്നുണ്ട്. അവരെ സാമ്പിൾ എന്തായാലും പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട്. അതിനുശേഷം ഏകദേശം വൈകിട്ടോടുകൂടി അതിന്റെ ഫലം വരും എന്നുള്ള കാര്യം കൂടി ആരോഗ്യവകുപ്പ് വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനുശേഷം ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ പ്രതികരണങ്ങളിലേക്ക് കടക്കാം എന്നാണ് മന്ത്രി പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ഏറ്റവും വേദനാജനകമായിട്ടുള്ള ഒരു കാര്യമാണ് നടന്നിരിക്കുന്നത് ഈ പ്രദേശത്ത്. അതുകൊണ്ട് കൃത്യമായ ജാഗ്രത പാലിക്കണം. കാരണം മാസ്ക് ധരിക്കാതെ ആരും പുറത്തിറങ്ങരുത്. അനാവശ്യമായിട്ടുള്ള ആശുപത്രി സന്ദർശനങ്ങളെല്ലാം തന്നെ പാടെ ഒഴിവാക്കണം. ഈ പ്രദേശങ്ങളിൽ കൂട്ടം കൂടാൻ പാടില്ല. കടകൾക്ക് ഉൾപ്പെടെ നിയന്ത്രണമുണ്ട്, തുറന്ന് പ്രവർത്തിക്കുന്നതിന് നിയന്ത്രണമുണ്ട്. മെഡിക്കൽ സ്റ്റോറുകൾ മാത്രമേ മുഴുവൻ സമയം പ്രവർത്തിക്കാൻ പാടുള്ളൂ. ബാക്കി എല്ലാ ഷോപ്പുകളും രാവിലെ 10 മണി മുതൽ വൈകിട്ട് 5 മണി വരെ മാത്രമേ പ്രവർത്തിക്കാൻ പാടുള്ളൂ എന്നുള്ള കാര്യം നിർദ്ദേശിച്ചിട്ടുണ്ട്. നാളെ കൂടി, ഇന്നും നാളെയും ഇതുപോലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക്, ഈ 2 പഞ്ചായത്ത് സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി കളക്ടർ പറഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ അല്പസമയത്തിനകം പത്രക്കുറിപ്പായി തന്നെ കളക്ടർ പുറത്തിറക്കും എന്നാണ് ആരോഗ്യ വകുപ്പ് മന്ത്രിയും പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ഏറ്റവും സങ്കടകരമായിട്ടുള്ള വാർത്തയാണ് വന്നിരിക്കുന്നത്. എന്തായാലും ആരും ആശങ്കപ്പെടേണ്ടതില്ല. നമ്മൾ കൃത്യമായി ഇതിനെ പ്രതിരോധിക്കും എന്ന് തന്നെയാണ് ആരോഗ്യ വകുപ്പ് മന്ത്രിയും നമ്മളും കൂട്ടിച്ചേർക്കേണ്ടത്. അതുകൊണ്ട് ആശങ്കപ്പെടേണ്ടതില്ല, ജാഗ്രതയാണ് വേണ്ടത് എന്ന് ആവർത്തിച്ച് പറയുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ ജില്ലയിലുള്ളത്. ശരി സോണൽ. മലപ്പുറത്ത് നിപ്പ ബാധിച്ച് ചികിത്സയിലായിരുന്ന 14-കാരൻ മരിച്ചു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെയായിരുന്നു അന്ത്യം. ഇന്നലെയാണ് കുട്ടിക്ക് നിപ്പ സ്ഥിരീകരിച്ചത്. 10 ദിവസം മുൻപാണ് കുട്ടിക്ക് പനി ബാധിച്ചത്. സോണൽ കൃഷ്ണയാണ് വിവരങ്ങൾ നൽകിയത്.